ഇപ്പൊ ഷെങ്ങും പേടിച്ച് ജിൻഹാന്റെ റൂമിൽ തന്നെ കിടന്നുറങ്ങും. അതിനുശേഷം അടുത്ത ദിവസം അവന് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഇവരെ കാണാൻ വേണ്ടി സാങ്ഷ്യം വരും. അപ്പരാണ് ഉറക്കത്തിൽ നിന്ന് ഷെങ്ങും പുറത്തേക്ക് എഴുന്നിട്ട് വരുമ്പം ഇത് കണ്ട് ഇവള് ഷോക്കായി. നിങ്ങൾ രണ്ടുപേരെ അപ്പൊ ഒരേ റൂമിലാണ് കിടന്നെന്ന് ചോദിക്കും. അപ്പരാണ് ഷെങ്ങും പേടിച്ചിട്ട് അതാ ഇവന് പേടിയായിരുന്നു, ഇന്നലെ ഫുള്ളും പ്രയത്തിനെ കണ്ട് പേടിച്ച് എന്റെ റൂമിൽ കിടന്ന്. എന്നിനെ ഷെങ് പറയുമ്പോഴാണ് അവനും എടാ ഞാനോ, നീ അല്ലടാ പേടിച്ച് എന്റെ റൂമിൽ നിന്ന് കടന്ന്. എന്നിന് അവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ട് സാങ്ഷ്യം ചിരിച്ചിട്ട് ശരി ശരി എന്തായാലും നിങ്ങൾ രണ്ടേ തമ്മിൽ വഴക്കൊന്നില്ലല്ലോ, അതിന് എനിക്ക് സമാധാനായി. എന്നിനെ ഷെങ് റെഡിയാന്നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവര് മൂന്നേര് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഷെങ്ങും നോർമൽ ലൈഫ് ആയതുകൊണ്ട് നമുക്ക് നടന്നു തന്നെ പോവാന്ന് സാങ്ഷ്യം വിളിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ജിൻഹാനും ജലസായി അവന്റെ ബോഡി ഗാർഡിനെ വിളിച്ചെന്ന് വരണ്ടെന്ന് പറയും. അങ്ങനെ ഇവരെന്റെ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷെങ്ങും ഈ മൂമെന്റ് നമുക്കൊരു സെൽഫി എടുക്കാൻ പറഞ്ഞ് അവർ സെൽഫി എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ബാക്കി ജിൻഹാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ട് ഇവർ ഷോക്കാകുമ്പോഴാണ് ഷെങ്ങും ദേഷ്യത്തി കാറി കയറി പോകാതെ എന്തിന് ഇവരെ ഫോളോ ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് അവന്റെ ബോഡി ഗാർഡ് ഇപ്പൊ വീട്ടിലില്ലെന്ന്. അങ്ങനെ അതും വിശ്വസിക്കാതെ ഷെങ് അവനോട് ദേഷ്യപ്പെട്ടോണ്ട് ഇവര് മൂന്നുപേരും കൂടെ സ്കൂളിലേക്ക് ചെല്ലും. അപ്പോഴാണ് വഴി പോകുന്ന ഒരു ലേഡിയും ജിൻഹാനെ കണ്ട് സംശയം തോന്നി അടുത്തേക്ക് വരും. ആ ഇത് സിനിമയിൽ ആക്ട് ചെയ്യുന്ന ചെങ്ങല്ലേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് വരാവോ എന്നിന് ആ ലേഡിയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവരുണ്ടെന്ന് ചിരിക്കുന്നത്. അപ്പോഴാണ് അവനും ചെങ്ങല്ല ജിൻഹാൻ എന്ന് പറഞ്ഞ് അവർക്ക് ഓട്ടോഗ്രാഫ് ഇട്ടെടുക്കും. അങ്ങനെ ഇവര് മൂന്നുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ലീലയ്ക്ക് ആളുടെ കൂട്ടുകാരിക്കും മനസ്സിലാവാതിരിക്കും ഇവര് മൂന്നുപേരും എപ്പോഴാണ് മിങ്കിളായെന്ന്. അങ്ങനെ അതറിയാൻ വേണ്ടി ലീലയും ഷെങ്ങിന്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് കാര്യമെല്ലാം തിരക്കുമ്പോഴാണ് അവന്മാർ ഇന്നലെ രാത്രി ഷെങ് ജിൻഹാന്റെ വീട്ടിലെ താമസിച്ചെന്ന് അറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായിട്ട് അപ്പൊ ജിൻഹാൻ താമസിക്കുന്നത് സാങ്ഷിയുടെ വീട്ടിന്റെ അടുത്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവന്മാരും അറിയാതെ എല്ലാ സത്യം പറഞ്ഞെന്നറിഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് പോകും. അതിനെ ഇവളും ദേഷ്യത്തി അത്രയും വലിയ വീട് വിട്ടിട്ട് എന്തിനാ ജിൻഹാന്റെ വീട്ടിൽ താമസിച്ചെന്നറിയാതെ ഇവള് കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് ഇന്ന് ഷെങ്ങിനെ കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ വന്നേക്കുന്നത്. അതിനുശേഷം ടീച്ചർ ഇവനെ വിളിച്ചൊരുത്തുമ്പോഴാണ് അവന്റെ അച്ഛൻ ഇവനോട് ദേഷ്യത്തി വീണ്ടും ലാസ്റ്റ് വന്നൊന്ന് വഴക്കുറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനും അച്ഛാ എന്റെ മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴത്തും പോലെ ലാസ്റ്റ് ഇന്ന് ഫസ്റ്റ് വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. ഏതിന് ഇവനും പറയുമ്പോഴാണ് അച്ഛന് ദേഷ്യം വന്നിട്ട് എടാ നീ ലാസ്റ്റ് മാർക്ക് വാങ്ങിച്ചിട്ട് അതെത്ര സന്തോഷത്തോടെ പറയുന്നു. എന്നിന് അച്ഛനെ വഴക്ക് പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും അയ്യോ 2 മാസമായിട്ട് അച്ഛനവിടെ പോയി, ഇപ്പോഴാണോ ഒരു മോനുള്ള കാര്യം അറിഞ്ഞ, പെട്ടെന്നാണല്ലോ സ്നേഹമൊക്കെ വരുന്നത്. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അച്ഛന് വാച്ച് നോക്കിയിട്ട് 1.5 മാസം ആയോളെന്ന് അറിയും. ഇത് കേട്ട് അവനും ഇതിനൊന്നും കുറവില്ലെന്ന് റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വരെ കണ്ട് ടീച്ചർ ആദ്യം സമാനപ്പെടാൻ പറയും. അതിനുശേഷം ടീച്ചറും ഷെങ്ങിനെ പുറത്തേക്കാൻ പറഞ്ഞിട്ട് അച്ഛനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. സാർ നിങ്ങളുടെ മകന് വേണ്ടത് പൈസയൊന്നല്ല, നിങ്ങളുടെ സ്നേഹം. അവനിങ്ങനെ ആകാൻ കാരണം അവൻ പഠിക്കാത്തോണ്ട് മാത്രമല്ല, നിങ്ങൾ അവനെ നോക്കാത്തതും കൊണ്ട്. എന്നിട്ട് ടീച്ചർ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അച്ഛനും പുറത്തേക്ക് വന്നിട്ട് ഇവൻ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറയും. അപ്പോഴാണ് അവനും ഞാനിതിന് വീട്ടിലേക്ക് വരണം, അവിടെ ആരും ഇല്ലല്ലേ, നിങ്ങളിപ്പോ ഇവിടെ നേരെ വിദേശത്ത് പോവല്ലേ, പിന്നെ ഞാനിതിന് ആരും ഇല്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, എനിക്ക് ഈ ചെറിയ വീടൊക്കെ മതി. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അച്ഛനും ദേഷ്യത്തി നീ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്തോ ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെങ് വിഷമിച്ച് പുറത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇവനെ സമാനപ്പെടുത്താൻ വേണ്ടി സാങ്ഷിയും ജിൻഹാനും കൂടെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ അവളും ഇവനുവേണ്ടി സിപ്പപ്പ് കൊടുക്കുമ്പോഴാണ് അവന് സന്തോഷിച്ച് അവൾക്ക് താങ്ക്സ് അറിയും. അപ്പോഴാണ് ജിൻഹാൻ അടുത്തിരുന്നുണ്ട് ഇവര് വാങ്ങിച്ചത് എക്സ്ട്രാ ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന് അറിയും. അങ്ങനെ ക്ലാസ് സമയത്തും അവനവന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ലീലയും കണ്ട് മനസ്സിലാക്കി അവളൊരു പ്ലാൻ ചെയ്യും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവളും ഇന്ന് ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് അവര് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുക്കുമെന്ന് പറയുമ്പോഴാണ് അവനവന്റെ കൂട്ടുകാരന്മാരും കൂടെ ആ ഗ്രൗണ്ട് അവരുടെയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും ഓക്കെ എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഗെയിം വയ്ക്കാം, നമ്മൾ പുറത്ത് മാളിൽ ചെന്ന് ഓരോ ഗെയിം കളിക്കാം, അതിലാരാണ് കൂടുതൽ ജയിക്കുന്നത് അവർക്ക് ആ ഗ്രൗണ്ട്. എന്നിന് ഇവളും ചാലഞ്ച് ചെയ്യുമ്പോഴാണ് ഷെങ്ങും ഞാൻ റെഡി എന്ന് പറഞ്ഞ് അവർ റെഡിയാകും. അതിനേശം അവനും കിങ്കോങ്ങിനും കൂടെ കൂട്ടിന് വിളിക്കുമ്പം അവളും വരാന്ന് പറഞ്ഞിട്ട് ജിൻഹാനെ വിളിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും ഓ കിങ്കോങ് നീ ഒന്ന് അവനെ വിളിക്കണ്ട, അവൻ പഠിക്കുന്ന പയ്യൻ, അവനിങ്ങനെ സമയം കളഞ്ഞൊക്കെ പുറത്ത് ഗെയിം കളിക്കാൻ വരുമോ, പോരാതെ ഈ നാട്ടിലെ സെലിബ്രിറ്റിയാ, ആരെങ്കിലും കണ്ട് എന്ത് ചെയ്യും. എന്നിന് ഇവനും പറയുമ്പോ തന്നെ ജിൻഹാനും ഞാനും വരാന്ന് പറയും. ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഷോക്കാകും. അതിനേശം ഇവരെല്ലാരും കൂടെ പുറത്ത് മാളിലേക്ക് ചെല്ലുമ്പോഴാണ് ഷെങ്ങും ഇന്ന് അവന്റെ ചെലവെന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം ടിക്കറ്റിനുള്ള പൈസ കൊടുക്കും. അങ്ങനെ ഷെങ് ലീലയും കൂടെ ആർക്കാ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ മത്സരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും ആദ്യം ഡാൻസിങ് ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം അവന്റെ കൂടെ നിന്ന് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവൾ ജയിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി ഇതെന്തുവാ നിനക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എടുത്തേക്കുക, ഇത് ഫൗളാ ചീറ്റിംഗ്, ഇത് നമുക്ക് ട്രയൽ ആയിട്ട് കണക്കൂട്ടാം. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ബാസ്കറ്റ് ബോൾ ഗെയിം കളിക്കാം. എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും എന്തുവാ ബാസ്കറ്റ് ബോൾ ഗെയിമോ, നീ അറിയാതൊന്നും പറഞ്ഞല്ലേ, ഞാനത് കിങ്, പിന്നെ തോറ്റിട്ട് കരയില്ല നീ. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ചിരിച്ചിട്ട് കുഴപ്പമില്ല ഞാൻ നിന്നെ അത് പൊട്ടിക്കും. എന്നിന് അവളും മനഃപൂർവ്വം ഷെങ്ങിന് ഇഷ്ടപ്പെട്ട ഗെയിമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ അവിടേക്ക് ചെല്ലും. അതേസമയം ജിൻഹാനും സാങ്ഷി പറയുന്ന ഓരോ ഗെയിമൊക്കെ ചൈൽഡിഷാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ പാവക്കുട്ടി എടുക്കുന്ന മെഷീൻ കണ്ട് അത് കളിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് സാങ്ഷി അടുത്തേക്ക് വന്നിട്ട് ജിൻഹാൻ ഇവിടെ ഉള്ളത് ഏറ്റവും ചൈൽഡിഷ് ഇതാ, നിനക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട. ഏതിന് അവൾ വയ്ക്കുമ്പോഴാണ് അവൻ ആ ടോയ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് അവളും ഓ ജിൻഹാൻ ഇതെടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നിന് ഇവളും
കൈ പിടിച്ച് അതെടുക്കാൻ നോക്കുമ്പോഴാണ് ഇവനും കുറച്ച് നെർവസ് ആയിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അവൾക്ക് അതൊന്നും എടുക്കാൻ പറ്റാതെ സോറി എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നൊന്നുമില്ല, ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചോണ്ടരാം. ഏതിന് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് വേറൊരു കൊച്ചുപയ്യൻ വന്നിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ കാണിക്കുവാണല്ലോ ചേട്ടാ, ഞാൻ തന്നെ 5-6 പാവക്കുട്ടി എടുത്തോണ്ട് പോയി, നിങ്ങളൊരു മണ്ടന, ഗെയിം ഒന്നും കളിക്കറിയത്തില്ല എന്നിട്ട് ഇവന് വഴക്ക് പറയുമ്പോൾ അവിടേക്ക് സാങ്ഷ്യം വന്നിട്ട് ആ പയ്യനെ സമാനപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞേക്കും. എന്നിട്ട് ജിൻഹാൻ വീണ്ടും ദേഷ്യത്തി ഇന്ന് ഉറപ്പായിട്ട് ആ പാവക്കുട്ടി എടുത്തിരിക്കും പറഞ്ഞ് ആ വീണ്ടും കളിച്ചോണ്ടിരിക്കും. അതേസമയം ഗെയിമി ഷെങ്ങും ജയിക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ ഇനി ഗ്രൗണ്ട് അവർക്കാന്ന് പറയും. അപ്പോഴാണ് അവളും ഷെങ് ഇതിനു മുമ്പ് ഡാൻസിൽ നീ തോറ്റുപോയി, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും പീക്കോല, ഇനി അവസാനമായിട്ട് ഒരു റേസ് ഗെയിം കൊണ്ട് കളിക്കാം, അതിൽ ജയിക്കുന്നവർക്ക് ആ ഗ്രൗണ്ട് എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും നീ വീണ്ടും എനിക്കിഷ്ടപ്പെട്ട ഗെയിം തന്നെ ചൂസ് ചെയ്യുക, റേസിംഗ് ഞാനാ ബെസ്റ്റ്. എന്നിട്ട് അവൻ പറയുമ്പം അവളും കുഴപ്പമില്ല ഈ ഗെയിം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അത് റൈഡ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം ഷെങ്ങിന് ഇഷ്ടപ്പെട്ട ഗെയിം മാത്രമാണ് അവൾ ചൂസ് ചെയ്യുന്നത്, അവന്റെ സന്തോഷമാണ് അവൾക്ക് വലുത്. അതൊന്നും പുറത്താണിക്കാതെ അവൾ ആ ഗെയിമിൽ തോറ്റുപോകുമ്പോഴാണ് ഇത് കണ്ട് അവനും ചോദിച്ചിട്ട് ഓലീല തുടക്കം തന്നെ പൊട്ടിപ്പോയി, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഏതിന് അവനും കയറി അവിടുത്തെ ഹൈസ്കോർ തന്നെ പൊട്ടിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവന്റെ കൂട്ടുകാരും ബോസ് നിങ്ങൾ പൊളിച്ചല്ലേ, നിങ്ങളെ കൊണ്ട് ഈ ഹൈസ്കോർ ഒക്കെ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഏതിന് അവന്മാരും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് ലീലി ഇങ്ങനെ സ്മൈൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് അവൾ ഇതൊക്കെ ചെയ്യുന്നത് ഇവന്റെ സങ്കടം മാറാൻ വേണ്ടിയാന്ന്. അതോടെ അവനും പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വീക്കായിട്ട് ആളൊന്നുമല്ല, ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, കണ്ടില്ല നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ ഗെയിം കളിച്ചോ എന്തിന് അവരെയൊക്കെ പറഞ്ഞേക്കും. അതിനേശം ലീലിയും എങ്കിൽ പിന്നെ വേറെ ഗെയിമും കൂടെ കളിക്കാൻ വിളിക്കുമ്പോഴാണ് അവന് സപ്പോർട്ടിന് സാക്ഷി വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ജിൻഹാൻ അവസാനം ടോയ് എടുത്തിട്ട് യെസ് അവസാനം എനിക്ക് പാവക്കുട്ടി കിട്ടി എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ഷെങ്ങും എടാ ഇത് ഞാൻ കണ്ട ജിൻഹാൻ തന്നെയാണോ, നീ ഇത്രയ്ക്ക് പൊടിപ്പയനായിരുന്നു ഏതിന് അവനും കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ആ പാവക്കുട്ടി എടുത്ത് സാങ്ഷിയുടെ കൊടുക്കുന്നത്. ഇത് കണ്ട് അവൾ സന്തോഷത്തിരിക്കുമ്പോഴാണ് ഷെങ്ങെങ്കിൽ പിന്നെ ഞാനും വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് അവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവന്റെ കാർഡ് ഒന്നും വർക്ക് ചെയ്യാത്തത്. ഇതോടെ അവനും പൈസ മൊത്തത്തിൽ പോയെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ നിന്ന് മെസ്സേജ് വരും ഇവൻ തിരിച്ച് വീട്ടിൽ പോയാൽ മാത്രമേ ഇവന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കത്തുള്ളെന്ന്. അതോടെ അവനും ദേഷ്യത്തി എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ പോകത്തില്ലെന്ന് ഉറച്ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവരൊക്കെ പൈസ ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കാൻ പോകുന്ന അവനോട് ഇരിക്കുമ്പം അവനും ദേഷ്യത്തി അവര് സഹായിച്ചില്ലേ പോട്ട്, എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ അല്ലേ. ഏതിന് അവനും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവന്റെ വീട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ആളും ഇന്ന് വന്നു കാണത്തില്ല. അതോടെ അവൻ അപ്സെറ്റായി കിങ്കോങ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഏതിന് അവനും ചോദിക്കുമ്പോ തന്നെ ഇന്നത്തെ ദിവസം ജിൻഹാന്റെ വീട്ടിൽ കിടക്കാന്ന് പറയും. അതോടെ അവനൊരു ദീർഘശ്വാസം വിട്ടിട്ട് വീണ്ടും ഇവിടെ തന്നെ കിടക്കേണ്ടന്നല്ലേ, കുഴപ്പമില്ല ഇതെന്തോ രാത്രി ഫുഡ് ഏതിനെ ഷെങ് ചോദിക്കുമ്പോഴാണ് അവനും ഫുഡോ ദാ ഇവിടെ മണ്ണിരിപ്പുണ്ട് വേണേ എടുത്ത് കഴിച്ചോ. വാളിപ്പിന്റെ അങ്ങേയറ്റം മര്യാദ കിച്ചണിൽ ചെന്ന് വല്ല ഉണ്ടാക്കിത്താ, എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആന്റി അങ്ങനെയാ ചെയ്യുന്നത് ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും പിന്നെ നിന്റെ വീട്ടിൽ പോയി പറ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാ. ഏതിന് അവൻ അവിടെ പോയി ഇരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും ഓടാ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല, നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം ഫുഡ്. ഏതിന് അവന് കിച്ചണിൽ ചെന്ന് പാചകം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പ്ലേറ്റ് പൊട്ടി പോകുന്നത്. ഈ ശബ്ദം കേട്ട് ഇവൻ അടുത്തേക്ക് വരുമ്പോഴാണ് ഷെങ്ങും ചെറുതായിട്ട് പേടിച്ചിട്ട് എടാ ഇത് വില കൂടിയ സാധനം നല്ലല്ലേ, ചീപ്പ് സാധനമല്ലേ. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും ചീപ്പോ ഇതൊരു ഫേമസ് ഡിസൈനർ ഉണ്ടാക്കിയ സാധനമാണ്, ഇത് അധികം ഒന്നും വിൽക്കത്തില്ല. ഏതിന് ഇവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും അധികം വിൽക്കാത്ത സാധനം എന്തിനാണ് നീ വാങ്ങിച്ചേ, കുഴപ്പമില്ല നിനക്ക് ഞാൻ നല്ല പ്ലേറ്റ് വാങ്ങിച്ചു തരാം. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിൻഹാൻ അവനെ പുറത്താക്കിയിട്ട് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് പറയും. അതിനെ ശിവരണ്ടിൽ കഴിക്കാതിരിക്കുമ്പോഴാണ് അവൻ അവസാനം കടയിൽ നിന്ന് വാങ്ങിച്ച നൂഡിൽസിനകത്ത് ചൂടുള്ള മാത്രം ഒഴിച്ച് ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും ഇതാണോ നീ പാചകം ചെയ്യാന്ന് പറഞ്ഞ്, ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ മതിയല്ല. ഏതിന് ഇവ രണ്ടിനും കഴിക്കാൻ പോകും. അപ്പോഴാണ് സാക്ഷി ഇവര് കഴിച്ചല്ലെന്ന് അറിയാൻ വേണ്ടി അവളും കൂട്ടാന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരും. ഗൈസ് ഇതാണ് നിങ്ങളുടെ ഡിന്നർ. ഏതിന് അവൾ ഷോക്കാകുമ്പോഴാണ് ഷെങ്ങും ആണ് ഇവനെ പട്ടിണിക്ക് ഇടുക. ഏതിന് ഇവൻ പറയുമ്പോഴാണ് സാക്ഷിയും ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേർക്ക് ഓരോ ജോലി തരാം. ഏതിന് ഇവര് മൂന്നുപേരും കൂടെ പാചകം ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഷെങ്ങിന് ഉള്ളി അരിയുന്ന ജോലി വന്നേക്കുന്നത്. അങ്ങനെ അവനും കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സാക്ഷിയെ തുടച്ചുതരാൻ പറയും. അപ്പോഴാണ് ജിൻഹാനും ജലസായി അവന്റെ ഫേസിനകത്ത് മനപ്പൂർവ്വം മാവ് ഇട്ടിട്ട് ആദ്യം ഇവന് തുടച്ചുതരാൻ പറയും. അപ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും മനപ്പൂർവ്വം നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവിടുത്തെ മാവ് എടുത്ത് ഇങ്ങനെ ഒളിച്ചു വയ്ക്കും. അതിനുശേഷം സാക്ഷി ഇവന്റെ കരച്ചിൽ തുടച്ചെടുക്കുമ്പോൾ അവനും കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ ഒളിച്ചു വയ്ക്കും. എന്നിട്ട് ഇവളും പാചകം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ മാവ് കാണത്തില്ല. അതോടെ അവള് ഷോക്കായിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഷെങ് ആ മാവ് എടുത്ത് ജിൻഹാനെ എടുത്ത് എറിയാൻ നോക്കും. അങ്ങനെ ഇവരുടെ തമ്മിൽ അടിയാകുമ്പോഴാണ് അവസാനം അതെല്ലാം കൂടെ സാക്ഷിയുടെ തലയൊന്ന് വീഴും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഇതാരാടാ ചെയ്ത ഷെങ് എന്നിട്ട് അവനായിട്ട് ഓടിക്കുമ്പോൾ അവനും ജിൻഹാൻ എന്ന് പറഞ്ഞ് ഇവര് മൂന്നുപേരും കൂടെ കൂട്ടാടിയാകും. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് സാക്ഷിയും ഇനി എന്തോ എന്റെ പ്ലാനും ചോദിക്കും. അപ്പോഴാണ് ഷെങ്ങും കിങ്കോങ് എന്റെ പൈസ ഇല്ല തിരിച്ച് വീട്ടിൽ പോകാനും വരത്തില്ല, നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ നീ ഫുഡ് കഴിക്കാൻ എന്റെ വീട്ടിലേക്ക് വന്നോ, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞേക്കാം. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് ജിൻഹാനും ജലസായി ഇല്ല ഫുഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം ഷെങ്, നീ എന്റെ ATM കാർഡ് എത്ര ആണെങ്കിൽ യൂസ് ചെയ്തോ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഷെങ്ങും പ്ലാൻ ചെയ്യും ഇവൻ കിങ്കോങ്ങിന്റെ ഫ്രണ്ട് ഷോ കാണിച്ചോണ്ടിരിക്കുക, ഈ ചാൻസ് യൂസ് ചെയ്ത് ഇവന്റെ പൈസ ഫുള്ളും തീർത്താലോ. എന്നിട്ട് അവനത് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ജിൻഹാൻ പോക്കറ്റ് വെച്ചിട്ട് ചുമ്മാ കളിയാക്കിയതാന്ന് പറയും. അതിനുശേഷം അവനും ഇത്ര ദിവസമായിട്ട് അവന് പാചകം
കഴിക്കാൻ പഠിച്ചില്ലെന്ന് പറഞ്ഞ് സാങ്ഷിയുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ കഴിക്കാൻ വരട്ടെ എന്ന് അവനും ചോദിക്കും. അതോടെ അവൾ ഓക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് ഷെങ്ങിന്റെ കോച്ചും ഫോം വിളിച്ച് പറയും ഇവനെ ബാസ്കറ്റ്ബോൾ ടീമിൽ സെലക്ട് ചെയ്തെന്ന്. അങ്ങനെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോഴാണ് ഇവൻ ഇതൊക്കെ കേട്ട് സന്തോഷത്തി സാങ്ഷിയോട് അതൊക്കെ പറയാൻ വരും. അപ്പോഴാണ് അടുത്ത് ജിൻഹാനുള്ള കണ്ടിട്ട് ഇവൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് അവൻ സന്തോഷപ്പെടുന്നു വിചാരിച്ച് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഷെങ് സന്തോഷത്തി അവൻ ട്രെയിനിന് വേണ്ടി പുറത്തേക്ക് വന്ന് ടീച്ചറിന്റെ അടുത്ത് ആഴ്ചത്തേക്കുള്ള ലീവിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിക്കും. അപ്പോഴാണ് ടീച്ചർ ഇത് കണ്ടിട്ട് ഷെങ് 1-2 ദിവസമാണെങ്കിൽ ഞാൻ തന്നെ സൈൻ ഇട്ടേനെ, പക്ഷെ 2-3 ആഴ്ചയാണ്, അതുകൊണ്ട് നിന്റെ പാരന്റ്സിന്റെ സൈൻ ഇതിനകത്താണ്. എന്നിട്ട് ടീച്ചർ പറയുമ്പോഴാണ് അവനും അത് കുഴപ്പമില്ല ഞാൻ ഇപ്പൊ വാങ്ങിച്ചു തരാം. എന്നിട്ട് അവനും പുറത്തേക്ക് ചെന്ന് അച്ഛനോട് ഈ കാര്യം പറയും. അപ്പോഴാണ് അച്ഛനും ദേഷ്യത്തി ചുമ്മാ സ്പോർട്സ് എന്ന് പറഞ്ഞ അതിന്റെ പുറയൊന്നും പോവാതെ മര്യാദയ്ക്ക് അവന്റെ അച്ഛന്റെ കമ്പനി തന്നെ നോക്കാനുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറയും. ഇതോടെ അവനും ദേഷ്യത്തി അവൻ അതിലോട്ടും താല്പര്യം എന്ന് പറഞ്ഞ് ദേഷ്യത്തി ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവനും ക്ലാസ്സിൽ ചെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ലിങ്ഷിത് കണ്ടിട്ട് ലീവൊക്കെ മറന്നു തരുന്ന അവൾ പറയും. അതോടെ അവൻ ആ പേപ്പർ തറയിച്ചിട്ട് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് സാങ്ഷിവിന് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം എന്ത് സഹായം വേണമെങ്കിലും ഇവളോട് ചോദിച്ചതെന്ന് പറയുമ്പോഴാണ് അവന് താങ്ക്സ് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ജിൻഹാനും സാങ്ഷി നീ അവനോർത്ത് സങ്കടപ്പെടുന്നു എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ആണ് ഷെങ് കാണാൻ എപ്പോഴും ചിരിച്ചോണ്ടിരുന്നാലും അവന്റെ അകത്ത് നല്ല സങ്കടമുണ്ട്, അതുകൊണ്ട് അവനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു പ്ലാൻ ചെയ്യണം, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് ഷെങ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും പുറകെ എന്നിട്ട് ലീല അവർ ഗ്രൗണ്ടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അവന്മാരും ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അവന് മൂഡിൽ നിറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവനും താമസിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവനെ സർപ്രൈസ് ആയിട്ട് അതിനുമ്പേ തന്നെ സാങ്ഷിയും ജിൻഹാനും കൂടെ ഇവന് ബർത്ത്ഡേ പാർട്ടി വയ്ക്കും. ഇത് കണ്ട് അവന് ഷോക്കായി അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവർ രണ്ടുപേരും ആദ്യം അവനെ കേക്ക് വെട്ടാൻ പറയും. അങ്ങനെ ഇവര് 3 കൂടെ സന്തോഷത്തിൽ ഷെങ്ങിന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അപ്പോഴാണ് സാങ്ഷിയും ഇവൻ നേരത്തെ തന്നെ ബർത്ത്ഡേ പാർട്ടി വെച്ചോണ്ട് ഇന്ന് തരായിരുന്ന ഗിഫ്റ്റ് അന്നേ കൊടുത്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവന് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴാണ് ജിൻഹാൻ ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നത്. ഇത് കണ്ട് അവന് ഷോക്കായിട്ട് എടാ ജിൻഹാൻ അന്ന് നീ എനിക്ക് വീട്ടിൽ നിന്ന് റോസാപ്പ് എടുത്തോണ്ടെന്ന്, ഇന്ന് നിന്റെ വീട്ടിൽ കിടന്ന ചെരുപ്പ് എടുത്തോണ്ടെന്നോ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും അല്ല നീ തുറന്നു നോക്ക്. ഏതിനെ ഷെങ് തുറന്നു നോക്കുമ്പോഴാണ് ഇവന് പഠിക്കാനുള്ള പുസ്തകം ഇരിക്കുന്നത്. അപ്പോഴാണ് ജിൻഹാനും പഠിച്ച് നല്ലോണം ഉയര് കുട്ടി എന്ന് പറഞ്ഞ് അവൻ ആ ഗിഫ്റ്റ് എടുക്കും. അങ്ങനെ ഇവര് 3 കൂടെ ഒരു ഗെയിം കളിക്കുമ്പോഴാണ് ഷെങ്ങും അവന്റെ ഫാമിലിയെ കുറിച്ച് അറിയും. അതായത് കൊച്ചിലെ തൊട്ട് അവനും അവന്റെ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ എപ്പോഴാണ് ഒരു നല്ല ബിസിനസ് കിട്ടി അവന്റെ അച്ഛൻ ബിസി ആയും തുടങ്ങി അപ്പൊ തൊട്ട് ഇവർ തമ്മിലുള്ള കോണ്ടാക്ട് ഒക്കെ പോയി. ഒരുപക്ഷെ പൈസ അറിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ഇവന് പഴയതുപോലെ പട്ടിണി നടന്നാലും കുഴപ്പമില്ലെന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് ഇവരുടെ അവനെ സമാധാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് ജിൻഹാനും കുറച്ച് സമയം അവൻ ഒറ്റയ്ക്കാൻ വേണ്ടി അവനും ഡ്രിങ്ക്സ് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് സാങ്ഷിയായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെങ്ങും അവന്റെ അച്ഛനും അമ്മയും ഓർത്ത് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരുമ്പം ജിൻഹാൻ ഇവൻ കരയുന്നതാണ്. അതോടെ അവന് സാങ്ഷിയെ തടഞ്ഞിട്ട് ഇവരുടെ അകത്തേക്ക് പോകാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഷെങ് അവിടെ ഒറ്റയ്ക്കാന്ന് പറയുമ്പം ഇവന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അതേസമയം അവൻ അവന്റെ പാരന്റ്സിനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സാങ്ഷിയെ മെസ്സേജ് അയക്കുന്നത് ഇവരുടെ പഠിക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന്. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും നിങ്ങളല്ലേ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്ത, ഇപ്പൊ നേരിട്ടെന്ന് പറയാൻ നിങ്ങൾ അങ്ങ് പോയോ എന്നിട്ട് അവൻ ആ മെസ്സേജ് അയച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവനെ കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ വരും. ഇതോടെ അവന് ഷോക്കായി അവന്റെ അച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി സംസാരിക്കും. അതോടെ അവന് സന്തോഷത്തി അപ്പൊ ഇന്നത്തെ ദിവസം എന്തോന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അച്ഛനും ഇന്നെന്തോ ദിവസം, ഞാൻ ഇവിടെ വന്നത് നമ്മുടെ വീടിനേക്കാളും ഇവിടെ അങ്ങനെ എന്തോ ബെറ്റർ എന്ന് നോക്കാൻ വേണ്ടിയാ എന്നിട്ട് അച്ഛനും പറയുമ്പോഴാണ് അവൻ അപ്സെറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അറിയത്തില്ലല്ലേ എന്നിട്ട് അവനും കുറച്ച് സാഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അച്ഛനും പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് എടുക്കും. ഇത് കണ്ട് അവനൊന്നും മനസ്സിലാവാതിരിക്കുമ്പോൾ അച്ഛൻ അവനോട് പറയും എടാ ഷെങ് നിന്റെ ബർത്ത്ഡേ എനിക്ക് അറിയത്തില്ല, ഒരു 2-3 വർഷമായിട്ട് ജോലിയായിട്ട് ബിസി ആയതുകൊണ്ടാ നിന്റെ കൂടെ ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്ത, പക്ഷെ എന്റെ മോന്റെ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല എന്നിട്ട് അച്ഛനും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇവനെ സന്തോഷത്തി അതെന്തോന്ന് പറഞ്ഞ് തുറന്നു നോക്കും. അപ്പോഴാണ് അതിന്റെ അകത്തൊരു പേന ഇരിക്കുന്നത്. ഇതോടെ അവൻ എന്തിനാ പേനെന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛനും പറയുന്നത് ഇവൻ പരീക്ഷയ്ക്ക് പഠിച്ച് ലാസ്റ്റിൽ നിന്ന് 34 പ്ലേസ് മുന്നോട്ട് വന്ന ഈ പേനയും കൊണ്ട് അച്ഛൻ അവന് ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരാൻ വേണ്ടി സൈൻ ഇടുന്നു. അതോടെ അവന് സന്തോഷത്തി ഉറപ്പായിട്ട് ഞാൻ മാർക്ക് വാങ്ങിക്കും, സൈൻ ഇട റെഡി ആയിക്കോന്ന് അവന്റെ അച്ഛന്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോഴാണ് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് അവൻ ആലോചിക്കുന്നത് അവനെ കൊണ്ട് എങ്ങനെ ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അതിനുവേണ്ടി അടുത്ത ദിവസം തൊട്ട് അവനും അവന്റെ അച്ഛനായിട്ട് ഡീൽ ചെയ്ത എല്ലാ കാര്യവും ഇവരോട് പറഞ്ഞിട്ട് ഇനി തൊട്ട് സാങ്ഷിയോടെ ഞാനും പഠിക്കാൻ പോവാന്ന് ജിൻഹാന്റെ അടുത്ത് ട്യൂഷന് തരും. അങ്ങനെ ജിൻഹാൻ ഇവനെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോഴാണ് ഷെങ്ങിയും പറയുന്ന പൊട്ടത്തിട്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി നിനക്കറിയാവോ എങ്കിൽ പിന്നെ നീ തന്നെ പഠിച്ചോ എന്നിനെ ജിൻഹാൻ പറഞ്ഞോടെ അവനും പേടിച്ചിട്ട് അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ ഇത് ഞാൻ പരീക്ഷ ചെയ്ത സമയത്ത് പൊട്ടത്തിട്ടെന്ന് പറഞ്ഞ അല്ലാതെ നീ പറയുന്ന കറക്റ്റാ എന്നിന് അവനും ഒരു ദിവസം പഠിക്കാൻ നോക്കുമ്പോ തന്നെ അവനൊരു പുല്ലും മനസ്സിലാകത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം അവനും 2 ആഴ്ച കൊണ്ട് പഠിച്ച മാർക്ക് നല്ലോണം വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് ജിൻഹാൻ സത്യം വേണേ പറയാന്ന് പറഞ്ഞിട്ട് നീ ജയിക്കാൻ വെറും 1% ഉള്ളെന്ന് പറയും. അപ്പോഴാണ് അവന് ഷോക്കായി എന്തോ 1% ഉള്ളോ, ചുമ്മാതെങ്കിലും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞോടാ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ജിൻഹാനും സത്യം പറഞ്ഞ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ ഞാൻ 1% പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ 0 പറയായിരുന്നു എന്നിട്ട് അവനാക്കിയതോടെ സാക്ഷി എങ്കിൽ പിന്നെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ വല്ല ട്രിക്ക് ഉണ്ടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കിയിട്ട് കുറെ പ്രൊഫസറൊക്കെ പറഞ്ഞു
പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കൊരു സബ്ജക്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മിക്കവാറും നമുക്ക് ആ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഇഷ്ടപ്പെടാത്തുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെല്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ഉള്ളതാണെന്ന് അറിയാൻ വയ്യ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സാക്ഷ്യം പറയുന്നത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്റെ ഇംഗ്ലീഷ് ടീച്ചറിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വരാത്ത. എന്നിട്ട് ഇവളും പറയുമ്പം ചെങ്ങ് ആലോചിക്കാൻ തുടങ്ങും, എനിക്കാണെങ്കിൽ മാത്സ് ഒരു പുല്ലും അറിയത്തില്ല, ചുമ്മാ അതല്ല എനിക്ക് എന്റെ ക്ലാസ് ടീച്ചറിന് ഇഷ്ടപ്പെടാത്ത. എങ്കിൽ പിന്നെ ആദ്യം അവരെ സെറ്റാക്കാൻ നോക്കണം, എന്നാലേ എനിക്ക് മാത്സ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവരും തെറ്റിരിച്ച് എങ്ങനെയൊക്കെ അവന്റെ ടീച്ചറിന് ഇഷ്ടപ്പെടാൻ നോക്കും, എന്നാലും അവന് മാത്സ് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവനും ക്ലാസ് സമയത്ത് ടീച്ചറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ടീച്ചർ ഷോക്കായി അവനെ തന്നെ തുറച്ചു നോക്കുന്നതും ജയിക്കും. അപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്നത്. അതോടെ ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവനും പെട്ടെന്ന് പുറേ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് അവിടേക്ക് ഇവന്റെ PT സാറും വരുന്നത്. എടാ ഷെങ്, നീ മറ്റേ ഫോമിനകത്ത് സൈൻ ഇട്ടായിരുന്നു? എന്നെ സാറ് ചോദിക്കുമ്പോഴാണ് അവനും, എവിടുന്ന്? എന്റെ അച്ഛന്റെ സൈൻ ഉണ്ടെങ്കിൽ ടീച്ചർ സൈൻ എടുത്തുള്ളത്, പക്ഷെ അച്ഛന്റെ സൈൻ കിട്ടണമെങ്കിൽ എനിക്ക് പഠിച്ച് ഒരു 34 പ്ലേസ് മുന്നോട്ട് വാങ്ങിക്കണം. ഇവൻ പറയുമ്പോഴാണ് സാറും, നിന്നെ കൊണ്ട് എങ്ങനെയാണ് അത്ര വാങ്ങിക്കാൻ പറ്റുന്നത്? നീ 1 മാർക്ക് കൂട്ടി വാങ്ങിച്ചാൽ പോലും ഞാൻ ഷോക്കാം. സാറാക്കുമ്പോഴാണ് അവനും, അതൊക്കെ വിട്, സാർ ഇപ്പൊ എന്തിനാ ഇവിടെ ചുറ്റി കറങ്ങുന്നത്? ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ വളയ്ക്കാൻ നോക്കുവാണ്. ഇവൻ ചോദിക്കുമ്പോഴാണ് സാറ് നാണം വന്നിട്ട്, എടാ നിന്നോട് ഇതാരാ പറഞ്ഞേ? ഒന്ന് പോ സാറേ, ഇതൊക്കെ ക്ലാസ് മൊത്തം അറിയാം, ചുമ്മാ ആരറിയത്തോടെ ആക്ട് ചെയ്യണ്ട. ഇവനും പറയുമ്പോഴാണ് സാറ് മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് സാറിനൊരു ഹെൽപ്പ് ആണെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണ്ട് ക്ലാസ് ടീച്ചറിന്റെ റൂമിലേക്ക് പോകും. അപ്പോഴാണ് സാറും ക്ലാസ് ടീച്ചറായിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി 2 ടിക്കറ്റ് എടുത്ത് ടീച്ചറിന്റെ ഡയറിക്കകത്ത് വെക്കും. അപ്പോഴാണ് ഷെങ്ങ് നോക്കുമ്പോൾ ടീച്ചർ ഇവനെ കുറിച്ച് മോശമായിട്ട് എഴുതിയേക്കും. അതോടെ അവനും ഡയറി വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് പിള്ളേരെയൊക്കെ റാഗ് ചെയ്യുന്ന പയ്യെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് എഴുതിയേക്കും. ഇതൊക്കെ അവന് വിഷമിച്ച് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ക്ലാസ് ടീച്ചറും വരുന്നത്. അതോടെ സാറും പെട്ടെന്ന് ഇതിനെ മറിച്ചിട്ട് ടീച്ചറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഷെങ്ങും പെട്ടെന്ന് ഡയറി അവിടേക്ക് വെച്ചിട്ട് നൈസിന് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് സാക്ഷ്യം വരുന്നത്. എടാ ഷെങ്, നീ എന്തിനാ ടീച്ചറിന്റെ റൂമിൽ ഇരുന്നിരുന്ന? ഇവള് വയ്ക്കുമ്പോഴാണ് അവനും, കിങ്കോങ്, നമ്മളെ കുറിച്ച് ടീച്ചറിന് നല്ല അഭിപ്രായമൊന്നുമില്ല. ഞാനിപ്പോ ടീച്ചറിന്റെ ഡയറി ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പിള്ളേരെയൊക്കെ റാഗ് ചെയ്യുന്ന പയ്യെന്നും പിന്നെ നിന്നെ കുറിച്ചും കുറെ എഴുതിയിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവന് ആ ഡയറിക്കകത്ത് എഴുതിയെല്ലാം ഇവളോട് തുറന്നു പറയും. അതേസമയം ടീച്ചറും ആ ഡയറിയൊക്കെ ഇവർ തുറന്നു നോക്കിയെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേപോലെ 2 ഡയറി അവിടെ ഉള്ളത്, കാരണം ഒരാളുടെ പോസിറ്റീവും നെഗറ്റീവും കൂടാണ് അത്. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.